വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഡൽഹിയിൽ അനിശ്ചിതകാല സമരം തുടരുന്ന കർഷകരുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ച പരാജയം. താങ്ങുവിലയിൽ തീരുമാനമാകാത്തതിനെ തുടർന്നാണ് ചർച്ച പരാജയപ്പെട്ടത്. കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ടെ, പീയൂഷ് ഗോയൽ, നിത്യാനന്ദ റായ് എന്നിവർ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ഇതിനിടെ ശംഭു അതിർത്തിയിൽ കർഷകർക്ക് നേരെ വീണ്ടും കണ്ണീർ വാതകം പ്രയോഗിച്ചു. നിതിൻ അംബുജനുണ്ട് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി. നിതിൻ, ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു, സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. എന്താകും കർഷകരുടെ തുടർ നീക്കങ്ങൾ ഇനി? ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരും കർഷകർ നടത്തിയ ചർച്ച വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. താങ്ങുവിലയിൽ തീരുമാനമാകാത്തത് തുടർന്നാണ് ചർച്ച വീണ്ടും പരാജയപ്പെട്ടത്. സ്വാഭാവികമായിട്ടും ചർച്ച പരാജയപ്പെട്ടാൽ കർഷകർ ഡൽഹിയിലേക്ക് പോകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനിടയിൽ കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് അറിയിച്ചൊരു സാഹചര്യത്തിൽ വീണ്ടും കർഷക സംഘടനകൾ അതിലിപ്പോൾ ഒരു ചർച്ച നടത്തുകയാണ്. വീണ്ടും സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാകണോ അതല്ല സമരവുമായി മുന്നോട്ട് പോകണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല. എന്തായാലും മൂന്നാം റൗണ്ട് ചർച്ചയും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സമരവുമായി മുന്നോട്ട് പോകാം എന്നൊരു നിലപാട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ സമരവുമായി മുന്നോട്ട് പോകാം എന്ന് കർഷകർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയിൽ ശംഭു അതിർത്തിയിൽ വീണ്ടും കർഷകരും പോലീസും തമ്മിൽ ഇപ്പോൾ ഏറ്റുമുട്ടിയ സാഹചര്യമുണ്ട്. കർഷകർക്ക് നേരെ പോലീസ് ഇപ്പോൾ കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുകയാണ്. മൂന്നാം റൗണ്ട് ചർച്ചയാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. താങ്ങുവിലയിൽ തീരുമാനമാകാത്തൊരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ചർച്ച പരാജയപ്പെട്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. താങ്ങുവിലയിൽ മിനിമം താങ്ങുവിലയിൽ ഒരു നിയമനിർമ്മാണം എന്നൊരു ആവശ്യമാണ് കർഷകർ പ്രധാനമായും ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ അതിൽ കേന്ദ്ര സർക്കാർ ഒരു കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ല. സമിതി രൂപീകരിക്കാം എന്നുള്ളൊരു നിലപാട് തന്നെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചൊരു പശ്ചാത്തലത്തിലാണ് കർഷകർ അതിൽ വഴങ്ങേണ്ടതില്ല, സമരവുമായി മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനം സ്വീകരിച്ചത്. എന്തായാലും ചണ്ഡീഗഡിലെ പഞ്ചാബ് ഭവനിൽ ചേർന്ന മൂന്നാം വട്ട ചർച്ചയും പരാജയപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും സമരവുമായി മുന്നോട്ട് പോകാം എന്ന തീരുമാനത്തിൽ ഇപ്പോൾ കർഷകർ സ്വീകരിച്ചു. പക്ഷേ അതിനിടയിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരും കർഷകരും തമ്മിൽ വീണ്ടും ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത തെളിയുന്നുണ്ട്. എന്തായാലും ഏതാണ്ട് 4 മണിക്കൂറോളം ഈ ചർച്ച നീണ്ടു. ആ ചർച്ച പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലെ നമുക്ക് ലഭ്യമായ വിവരം. വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ചർച്ച ആരംഭിച്ചത്. കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ടെ ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. മിനിമം താങ്ങുവിലയിൽ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് പ്രധാനമായും കർഷകർ മുന്നോട്ട് വെച്ചത്. രണ്ടാം റൗണ്ട് ചർച്ചയിലും കർഷകർ ഇത് തന്നെയാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചൊരു ആവശ്യം. പക്ഷേ അതിലൊന്നും തന്നെ കേന്ദ്ര സർക്കാർ വഴങ്ങാൻ തയ്യാറാകാത്തൊരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കർഷകർ സമരവുമായി മുന്നോട്ട് പോകാം എന്നൊരു നിലപാട് സ്വീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ ശംഭു അതിർത്തിയിലെ സാഹചര്യം വീണ്ടും കേന്ദ്ര സർക്കാർ കർഷക സംഘടനകളുമായി നടത്തിയ മൂന്നാം വട്ട ചർച്ചയും പരാജയപ്പെട്ടിരിക്കുന്നു. താങ്ങുവിലയിൽ മിനിമം താങ്ങുവില എന്ന കാര്യത്തിൽ തീരുമാനമാകാതിരുന്നതോടെയാണ് ചർച്ച പരാജയപ്പെട്ടത്. തുടർ സമരങ്ങളിലേക്ക് കടക്കുക തന്നെയാണ് കർഷക സംഘടനകൾ ചെയ്യുന്നത്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.